ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നൊരു ടെമ്പിൾ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ടേ ഡാൻസിൻ്റെയൊക്കെ അരങ്ങേറ്റവും അരിയിലെഴുതിക്കലും ചോറൂണും ഒക്കെ നടക്കുന്ന നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ്. അപ്പം ചെറുപ്പത്തിൽ എപ്പോഴോ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അമ്പലം ഓർമ്മയില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പോകണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഞാൻ മൂകാംബികയിൽ പോകുന്നത്. അപ്പം ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. കാരണം പോയ സമയത്ത് നമുക്ക് മൂകാംബികയിൽ ഉത്സവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ചമയിച്ച് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഓർമ്മയിൽ ഈ മൂകാംബിക ഇങ്ങനെ കാണുന്നത്. അപ്പം ശിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൂകാംബിക വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫേമസ് ആയ ടെമ്പിളുകളൂടെ അവൈലബിൾ ആണ്. മുരുടേശ്വര, അതുപോലെ തന്നെ ഉടുപ്പി, അങ്ങനെ കുറച്ച് അമ്പലങ്ങളൂടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ മൂകാംബികയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സിൽ ഈ ഒരു അമ്പലങ്ങൾ കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പം ഞങ്ങളങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്നൊരു ദിവസം പ്ലാൻ ചെയ്തു അങ്ങനെ ഇറങ്ങിയതാണ്. ഉത്സവത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. രാവിലെ നമ്മൾ പുലർച്ചെയായിരുന്നു ഇവിടെ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണി അടുപ്പിച്ചിട്ടാണ്, അതായത് നല്ല വെയിൽ വന്ന സമയത്താണ് നമുക്ക് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല. മറ്റുള്ള ടെമ്പിളുകൾ, ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലൊക്കെ നമുക്ക് എപ്പോഴും വീഡിയോസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് പുറത്തുനിന്ന് മാത്രമുള്ള വീഡിയോസാണ് ഞാൻ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. മൂകാംബികേൻ്റെ ചരിത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹിസ്റ്ററീസ് വരുന്നുണ്ട്. അതായത് മൂകാസുരനെ വധിച്ച ദേവിക്ക് മൂകാംബിക എന്നുള്ള പേരൊക്കെ കിട്ടിയത് ആ ഒരു ചരിത്രത്തിലൂടെയാണ്. അതായത് കർണാടകയിലായിട്ടും ഏറ്റവും കൂടുതൽ മലയാളികൾ വിസിറ്റ് ചെയ്യുന്ന ഒരു അമ്പലം എന്ന് പറയുന്നത് മൂകാംബിക കൂടിയായിരിക്കും. കാരണം അത്രയും വിശ്വാസമുള്ള, എൻ്റെയൊക്കെ അമ്മയൊക്കെ പറയും മൂകാംബികയിൽ പോകണം എന്നുണ്ടെങ്കിലും മൂകാംബികയിലെ ദേവി വിചാരിക്കണം. അങ്ങനെ എല്ലാവരും അങ്ങനെ വിചാരിച്ച പോലെ പോകാൻ പറ്റില്ല, നമുക്ക് ആ ഒരു ടൈമിലേ പോകാൻ പറ്റുമെന്ന് പറയും. മൂകാംബികയിൽ ദർശനമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ദർശനത്തിൻ്റെ ടൈം വരുന്നത് രാവിലെ പുലർച്ചെ 5 മണി തൊട്ട് നൈറ്റ് 9 വരെയാണ്. അപ്പം മൂകാംബിക ദർശനം കഴിഞ്ഞ് നമ്മൾ നിയറസ്റ്റ് മുരുടേശ്വരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കണ്ടൊരു ബീച്ചാണിത്. മഴവാന്തെ ബീച്ച്, അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് അറിയില്ല. അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് മോഡലൊരു ബീച്ചാണ്. നമ്മൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. ബട്ട് അത്യാവശ്യം ഡേഞ്ചറസ് കൂടിയാണ്, നല്ല ശക്തമായ രീതിയിൽ തിരയടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീച്ച് സൈഡ് കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടുന്ന് മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരത്തിലേക്ക് ഏകദേശം 73 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോവാം. ഈ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അധികം ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ റൂമില്ല, കുറച്ച് ദൂരെയായിട്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂമൊക്കെ വരുന്നുണ്ട്. മുരുടേശ്വരം എന്ന് പറയുമ്പം മറ്റൊരു കർണാടകയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവൻ്റെ പ്രതിമയുള്ള ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവൻ്റെ 123 അടിയാമറ്റാണ് ശിവൻ്റെ പ്രതിമയുള്ള ഒരു അമ്പലമാണ് മുരുടേശ്വര ടെമ്പിൾ. അതായത് ശിവൻ്റെ പ്രതിമക്ക് ചുറ്റും, ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റും അറബിക്കടലാണുള്ളത്. അത്രയും നല്ലൊരു വ്യൂ, അല്ലെങ്കിൽ അത്രയും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ്. ഇപ്പോഴും നമ്മൾ പോകുന്ന സമയത്തായാലും ശിവൻ്റെ താഴെ ഒരുപാട് ആ പ്രതിമയിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അറബിക്കടലിൻ്റെ മുമ്പിൽ ആ ഒരു തലയെടുപ്പോട് നിൽക്കുന്ന ആ ഒരു ശിവൻ്റെ രൂപം കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. ഒരുപാട് ഫോട്ടോസ് എടുക്കാനായി കഴിഞ്ഞാലും നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ഈ മുരുടേശ്വരം നൽകുക. ഇതിന് ഒരുപാട് അറകളുണ്ട്, അതിലൊക്കെ കയറി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ രാവിലെ ആയിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ഇവിടുത്തെ പ്രസാദം അവലും മിക്സ്ചറും അതുപോലെ തന്നെ ഒരു മധുരമൊക്കെ കലർന്നൊരു പ്രസാദം ഉണ്ടായിരുന്നു. കൂടാണ്ട് നല്ല കട്ടൻ ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബീച്ച് സൈഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നമുക്ക് ഡൈവിങ്ങും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഇവിടെ മൂകാംബികയിൽ നിന്ന് ഏകദേശം ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് 73 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു.
ഇനി നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. മുരുടേശ്വരത്ത് നിന്ന് അവിടത്തേക്ക് ഏകദേശം 105 കിലോമീറ്ററോളം ഉണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ടൊക്കെ ഇട്ട് പോകാൻ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഉടുപ്പിയിലേക്ക് പോകുന്ന വഴി ഒരുപാട് സാഞ്ചുറീസ് അവൈലബിൾ ആണ്. നല്ല കാടുള്ള ഏരിയ ആണ്. ഒരുപാട് ജീപ്പ് സവാരികളും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്പോട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. നേരെ ഉടുപ്പിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉടുപ്പി എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു കൊല്ലൂരിൽ കർണാടകയിൽ തന്നെയുള്ള ശ്രീകൃഷ്ണ ടെമ്പിളാണ്. കൊല്ലൂരിനെ പറ്റിയിട്ട് ചരിത്രങ്ങളിൽ പറയുകയാണെന്ന് വെച്ചാൽ കനകകിണ്ടി, അതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കനകദാസിന് ശ്രീകൃഷ്ണൻ്റെ ദർശനം നിരസിക്കുകയും തുടർന്ന് ശ്രീകൃഷ്ണൻ തന്നെ കനകദാസിന് വേണ്ടിയിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുകയും, അതായത് കനകദാസിനെ പുറത്താക്കിയപ്പോൾ മതിലുകളൊക്കെ പൊളിച്ച് കൃഷ്ണൻ പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞ് നിന്ന് കനകദാസിന് ദർശനം കൊടുത്തു. അങ്ങനെയാണ് കനകകിണ്ടി ഒരു ജാലകം അവിടെ ഉണ്ടായി. ആ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പം കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐതിഹ്യം ഈ ഒരു ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും നിലത്താണ് ഉച്ചക്കത്തെ അന്നദാനം കഴിക്കുക. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് കൃഷ്ണൻ്റെ രൂപങ്ങൾ അവൈലബിളാണ്. പിന്നെ ഇവിടെ ഒട്ടനവധി കൃഷ്ണൻ്റെ പല രൂപങ്ങളും, അത് പഞ്ചലോഹങ്ങളിലും അതുപോലെ പല ഇതിലും തീർത്തിട്ടുള്ള മനോഹരമായ കൃഷ്ണൻ്റെ രൂപങ്ങൾ, വിഗ്രഹങ്ങൾ സെയിലിനും അതുപോലെ പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് രഥം, പുഷ്പത്തോടുള്ള രഥമുണ്ട്, അതുപോലെ തന്നെ വിറക് കൊണ്ടുള്ള രഥവും ഇവിടെ കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് കൃഷ്ണൻ്റെ പണ്ടോട്ടേ പശുക്കളെ കിടാവിൻ്റെയൊക്കെ കൂടെ പോകുന്ന കൃഷ്ണൻ ഇവിടെ നമുക്ക് ഗോശാല വരുന്നുണ്ട്. കൃഷ്ണൻ്റെ രൂപമായതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൃഗമായ പശുവിൻ്റെ ഗോശാല കൂടെ വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും മൂകാംബികയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം മൂകാംബികയിൽ പോകുന്നതാണെങ്കിൽ ഈ ഒരു 3 ടെമ്പിളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് വരാൻ പറ്റും ഒരു 2 ഡേയ്സിൽ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.